അവരുടെ നൂറയുടെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. നൂറയുടെ ഉമ്മ കൊട്ടേഷൻ വരെ കൊടുത്തിട്ടുള്ളതാണ് ഇവർക്കെതിരെ നീങ്ങാൻ വേണ്ടിയിട്ട്. അതായത് നീ ആണുങ്ങൾ ചൂടറിയാത്തോണ്ടാണ് എന്ന് പറഞ്ഞ് സ്വന്തം ബന്ധുക്കള് അമ്മാവനും കുഞ്ഞുപ്പയൊക്കെയാണ് കയറിയിട്ട്, സ്വന്തം വാപ്പ നിൽക്കുമ്പോൾ സ്വന്തം ഉമ്മ നിൽക്കുമ്പോഴാണ് കയറിയിട്ട് അവർ ബലാത്സംഗം ചെയ്യാൻ നോക്കും. ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഈ ആളുകൾ ഈ ഒരു പ്രോബ്ലം, ഈ ഒരു ഐഡന്റിറ്റി ഇഷ്യൂ അവർക്ക് പുറത്തു പറയാൻ കഴിയുന്നില്ല. ശരിക്കും ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് നമ്മുടെ സമൂഹത്തിന് ഇൻഫ്ലുവൻസ്, ബാഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പലരും ഇത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയി അതേപോലെ ആകാൻ ശ്രമിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനത്തെ ബാഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണോ ഇത് നൽകുന്നത്? ഇപ്പം സിനിമകളിൽ ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ തമ്മിലുള്ള രംഗങ്ങൾ അല്ലെങ്കിൽ അതിനെ നോർമലൈസ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അത് കണ്ടിട്ട് നമ്മൾ എങ്ങനെയാണ് അതെങ്ങനെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത്? അത് ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ടോ? ഇല്ല. അതായത് അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്നല്ലല്ലോ ഈ പറയുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കേണ്ടത് ഉണ്ട്. അത് പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണെന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ മുന്നേ സൂചിപ്പിച്ച പോലെ ഇവരെ എതിർക്കപ്പെടേണ്ടവരാണ്, ഇവരെ ആക്രമിക്കപ്പെടേണ്ടവരാണ് എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഇത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഇവർക്കും എക്സിസ്റ്റൻസ് വേണം, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്ന കാര്യത്തിലൊരു ഇൻഫ്ലുവൻസ്, ആ ഒരു വിഷയം ആളുകളുടെ ഇടയിലേക്ക് എത്താൻ, അവരെ ഇങ്ങനെ വെറുക്കുന്നതിൽ നിന്നും മാറി അവരെ കൂടെ നിർത്താൻ, അവർ മനുഷ്യരായിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്ന ഒരു ലെവലിലേക്ക് ആളുകൾക്ക് മാറാൻ സാധിക്കുമെങ്കിൽ അതൊരു ഇൻഫ്ലുവൻസ് തന്നെയാണ്. അല്ലാതെ അതൊരു വശം. രണ്ടാമത്തെ ഒരു വശം വേറെ ഉണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ ക്ലോസ് ഫ്രണ്ട് സർക്കിൾ, ഇപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുന്ന മറ്റൊരു വലിയൊരു വശം നമ്മൾ കാണാതെ പോകുന്നത്. ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഈ ആളുകൾ ഈ ഒരു പ്രോബ്ലം, ഒരു ഐഡന്റിറ്റി ഇഷ്യൂ അവർക്ക് പുറത്തു പറയാൻ കഴിയുന്നില്ല. പറഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ എതിർക്കപ്പെടുന്നു, അവരെ ചാപ്പ കുത്തുന്നു, ഇതുപോലുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഇവരത് ഒതുക്കി വെച്ചിട്ട് ഇവര് കല്യാണ ബന്ധം സ്ഥാപിക്കുന്നു. അങ്ങനെ ഇപ്പോൾ മെയിൻ ഇഷ്യൂ അതാണല്ലോ. അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ സംഭവിക്കുന്നത് ആ കുടുംബ ബന്ധം മുന്നോട്ട് പോകില്ല. ഒരു സിനിമ തന്നെ അതിന്റെ പ്രമേയത്തിൽ നമുക്കിവിടെ ഉണ്ടായി. നമ്മുടെ മമ്മൂട്ടി അഭിനയിച്ചൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ ഈ അടുത്ത്, കാതൽ എന്ന് പറയുന്നത്. അപ്പൊ അതില് നമ്മൾ കണ്ടതാണ്. അതായത് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരാൾ ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള റിലേഷനിൽ പോയാൽ നിങ്ങൾക്ക് അതിനകത്ത് നിലനിൽക്കാൻ കഴിയില്ല, നിങ്ങൾ ആ ബന്ധത്തിനോട് നിങ്ങൾക്ക് നീതി പുലർത്താൻ കഴിയില്ല. അതാണ് അതിൽ നമ്മൾ കാണുന്നത്. ഇതൊരു വലിയ വിഷയമാണത്. എന്നോട് മറ്റൊരാൾ പറഞ്ഞൊരു കാര്യമാണ്, ഇയാൾക്കൊരു മെസ്സേജ് വരികയാണ്, ഒരു കുട്ടിയുടെ, ഒരു ഗേളും വേറൊരു ഗേളും കൂടി ഇങ്ങനെ റീൽസ് ഇടാൻ തുടങ്ങുകയാണ്. അപ്പൊ ഞങ്ങളും വൈറലാവുമല്ലോ, അപ്പൊ ഞങ്ങൾ ലെസ്ബിയൻസ് ആണെന്ന് പറഞ്ഞ് നടക്കാൻ പോവുക, എന്നാലേ നമുക്കും ബിഗ് ബോസിലൊക്കെ പോകാൻ പറ്റും, ഞങ്ങൾക്കും വൈറലാവാൻ പറ്റും, ആൾക്കാർ തിരിച്ചറിയുമെന്നൊക്കെ. ഇതൊരു ബാഡ് ഇൻഫ്ലുവൻസ് അല്ലേ? ഇനി നിങ്ങൾ അഭിനയിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ തന്നെ അത് അധികം നാൾ മുന്നോട്ട് പോകില്ല, അത് പൊളിഞ്ഞ് താഴെ വീഴുന്നുള്ളതാണ്. ആദില നൂറയുടെ വിഷയം നിങ്ങൾ വിചാരിക്കുന്ന മാതിരി അവര് റീലിട്ട് ഇറങ്ങി അങ്ങനെ വന്ന ആളുകളല്ലല്ലോ. അവര് ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ അവരുടെ ഫാമിലി അവരെ ആക്രമിക്കുകയും അവരെ തടഞ്ഞു വെക്കുകയും ഏത് അറ്റം വരെ പോയി എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അവർ പറഞ്ഞ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചതിൽ നിന്ന് തന്നെ നിങ്ങൾ കേട്ട് കാണും. അതായത് നീ ആണുങ്ങൾ ചൂടറിയാത്തോണ്ടാണ് എന്ന് പറഞ്ഞ് സ്വന്തം ബന്ധുക്കള് അമ്മാവനും കുഞ്ഞുപ്പയൊക്കെയാണ് കയറിയിട്ട്, സ്വന്തം വാപ്പ നിൽക്കുമ്പോൾ സ്വന്തം ഉമ്മ നിൽക്കുമ്പോഴാണ് കയറിയിട്ട് അവർ ബലാത്സംഗം ചെയ്യാൻ നോക്കുന്നത്. അതൊക്കെ ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത്? ഇതുപോലുള്ള ആളുകൾ ഇതിനെ എങ്ങനെയാണ് അവർക്കത് കാണാൻ കഴിയുക? അപ്പോൾ ഇത് വെറും റീൽസും ഫോട്ടോഷൂട്ടും മാത്രം കണ്ടിട്ട് ഈ സാധനത്തെ വിലയിരുത്തുന്നതാണ് ഇതിന്റെ പ്രശ്നം. അതെ, അത് അവർ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ. അപ്പൊ അതിനെ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയും? അങ്ങനെയാണോ ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്? അവര് മുന്നോട്ട് വെക്കുന്ന വിഷയത്തിന് അത് അംഗീകരിച്ച് അവരെ വഴിക്ക് വിട്ടിരുന്നെങ്കിൽ അവർ ഒരു റീൽ പോലും ഇടേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അവരെ വഴിക്ക് പോകില്ലായിരുന്നു. അവർ റീൽ ഇടേണ്ടി വന്നത് എന്തുകൊണ്ട്? അവരുടെ പ്രശ്നം പുറത്ത് പറയേണ്ടി വന്നത് എന്തുകൊണ്ട്? അവർക്ക് സ്വന്തം കുടുംബത്തിൽ ഇപ്പൊ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു അമ്മക്കോഴി കുറെ കുഞ്ഞുങ്ങളുമായിട്ട് പോകുമ്പോൾ ഒരു പരുന്ത് പിടിക്കാൻ വരുമ്പോൾ ആ കുട്ടികൾ എങ്ങോട്ടാണ് ഓടിക്കയറുക? സ്വന്തം അമ്മയുടെ ചിറകിലേക്കെന്നാണല്ലേ നമ്മൾ ചെറിയ കാലം മുതൽ പഠിച്ചിരിക്കുന്നത്. ഈ കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രശ്നം അവർ ഫേസ് ചെയ്യുന്നത് സംബന്ധിച്ചിട്ട് ഓടിക്കയറാൻ അവരുടെ സ്വന്തം വീട്ടിലെ ഒരിടം ഉണ്ടായിരുന്നോ? ഇല്ല. ആ ഇടത്തിൽ എന്താ സംഭവിച്ചെന്നുള്ളതാണ് ഈ പറയുന്നത്. ആ ഇടത്തിൽ സംഭവിച്ചത് എന്താ? സ്വന്തം ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ അമ്മാവനും കുഞ്ഞുപ്പയൊക്കെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അവർ പറഞ്ഞ യഥാർത്ഥ ബന്ധം അതും സ്വന്തം വാപ്പയും ഇതുപോലുള്ള ഉമ്മ ഉൾപ്പെടെ അവരുടെ നൂറയുടെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. നൂറയുടെ ഉമ്മ കൊട്ടേഷൻ വരെ കൊടുത്തിട്ടുള്ളതാണ് ഇവർക്കെതിരെ നീങ്ങാൻ വേണ്ടിയിട്ട്. സ്വന്തം മകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു ഉമ്മ, അതാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇതിലെ നോർമൽ?